ഏവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു സുനിൽ. ജന്മനാൽ തന്നെ കാഴ്ചയില്ലാത്തൊരു വ്യക്തിയായതുകൊണ്ട് 1 മുതൽ 7 വരെ ഞാൻ പഠിച്ചത് ആലുവ അന്ധവിദ്യാലയത്തിലാണ്. അവിടെ പഠിക്കുമ്പോൾ 5ാം ക്ലാസ്സിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. ഓണം സെലിബ്രേഷൻ നടക്കുന്ന സമയമായിരുന്നു. അവിടുത്തെ ഒരു പ്രധാന അധ്യാപകൻ എന്നോട് ചോദിച്ചു, വിഷ്ണുവിന് ഓണത്തിന് മാവേലിയാകാൻ പറ്റുമോ എന്ന്. ഞാൻ ആദ്യമൊന്ന് അമ്പരന്നുവെങ്കിലും പിന്നീട് ഞാൻ സമ്മതമറിയിച്ചു. എനിക്ക് അന്ന് അത്യാവശ്യം തടിയുണ്ടായിരുന്നു. അങ്ങനെ അധ്യാപകരെല്ലാവരും ചേർന്ന് എന്നെ മേക്കപ്പ് ചെയ്തു, മാവേലിയാക്കി മാറ്റി. ഒരിക്കലും മറക്കാനാവാത്ത ഒരനുഭവമായിരുന്നു അത്. ജീവിതത്തിൽ ആദ്യമായാണ് ഓണത്തിന് മാവേലിയാകുന്നത്. ഓണത്തിന് മഹാബലി നമ്മെ കാണാൻ വരും എന്നൊക്കെ സങ്കല്പമുണ്ടല്ലോ. അങ്ങനെ ഞാൻ മാവേലിയായി. 5-6 വർഷം തുടർച്ചയായി സ്കൂളിൽ മാവേലിയാകാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഓണത്തിന് ഞങ്ങളെല്ലാവരും പൂക്കള മത്സരം സംഘടിപ്പിക്കുമ്പോൾ എല്ലാവരും വട്ടം കൂടിയിരുന്ന് സംസാരിക്കുമായിരുന്നു. പൂവിറുക്കുന്നതിനിടയിൽ ഞങ്ങൾ ഓരോരോ സൗഹൃദ സംഭാഷണങ്ങളൊക്കെ നടത്തും. അതൊക്കെ വളരെ രസകരമായിരുന്നു. ഓണത്തിൻ്റെ മറ്റൊരു ഓർമ്മയാണ് ഓണക്കോടി. അവിടെയുള്ള ഒരു പ്രമുഖ കമ്പനി ഞങ്ങൾക്ക് എല്ലാ വർഷവും ഓണക്കോടി നൽകാറുണ്ട്. ഓണത്തിൻ്റെ മറ്റൊരു ആകർഷണമാണ് സദ്യ. ഓണസദ്യയും കഴിച്ച് ഞങ്ങളെല്ലാവരും വീട്ടിൽ പോകും. അന്ന് മാതാപിതാക്കൾ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വരുന്നത് ഒരുപാട് സന്തോഷമുണ്ടാക്കുന്നൊരു കാര്യമായിരുന്നു. എന്നെ സംബന്ധിച്ച് വിദ്യാലയത്തിൽ ചേർന്ന സമയം വളരെയധികം വിഷമമുണ്ടായിരുന്നു. മാതാപിതാക്കളെ വിട്ടു നിൽക്കുന്നതിൻ്റെ വിഷമം. പിന്നീട് ഹോസ്റ്റലിലാണല്ലോ നിന്ന് പഠിക്കുന്നത്. ആഴ്ചയിൽ മാതാപിതാക്കൾ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകും. വെള്ളിയാഴ്ചകളിൽ കൊണ്ടുപോയാൽ തിങ്കളാഴ്ച തിരിച്ചു കൊണ്ടാക്കും. അങ്ങനെയായിരുന്നു. എന്തായാലും മാവേലിയായ ഈ ഓർമ്മ എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഓർമ്മയാണ്. അതിനുശേഷം പിന്നീട് ഞാൻ ഹൈസ്കൂളിലും +2-നും കോളേജിലും ഒക്കെ പഠിച്ച സമയത്തും ഒന്നും എനിക്ക് ഇത്തരത്തിലൊരവസരം കിട്ടിയിട്ടില്ല.
സ്കൂളിൽ ആദ്യമായി മാവേലിയായപ്പോൾ എൻ്റെ മാതാപിതാക്കളും ടീച്ചർമാരും കുറച്ച് കാണുന്ന സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു നല്ല ഭംഗിയുണ്ട് എന്ന്. അങ്ങനെ അതൊരു നല്ല ഓർമ്മയായി ഇന്നും അവശേഷിക്കുന്നു. ഇനി ഒരിക്കലും തിരിച്ച് വരാത്ത മധുരമായ ഓർമ്മ. ഇതുപോലെ ഒരുപാട് ഓർമ്മകൾ, ജീവിതത്തിൽ മറക്കാനാവാത്ത ഓർമ്മകൾ സമ്മാനിച്ച വിദ്യാഭ്യാസ കാലഘട്ടം ഒരിക്കലും തിരിച്ചു വരില്ലല്ലോ എന്നോർക്കുമ്പോൾ ഇന്നും വിഷമം തോന്നാറുണ്ട്. മാവേലിയായി ഞാൻ സ്റ്റേജിൽ കുട്ടികളോട് കുശലാന്വേഷണം നടത്തുന്നതൊക്കെ ഇന്ന് ആലോചിക്കുമ്പോൾ എനിക്കും രസകരമായ ഒരു ഓർമ്മയാണ്. ഓലക്കുടയും പിടിച്ച് മാവേലിയുടെ മേക്കപ്പൊക്കെ ഇട്ട് എനിക്ക് വളരെ സന്തോഷമായിരുന്നു. സ്കൂളിൽ നിന്ന് പോയതിന് ശേഷം പിന്നെ എനിക്ക് അങ്ങനെ ഒരു അവസരം ലഭിച്ചിട്ടില്ല. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു അത്. ഇന്ന് അത്രയും തടിയില്ല എന്നുള്ളതാണ്. മുമ്പ് എനിക്ക് നല്ല തടിയുണ്ടായിരുന്നത് കൊണ്ടാണ് അവിടുത്തെ അധ്യാപകർ എന്നെ മാവേലിയാക്കിയത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ ഞാൻ കലാപരമായി എൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പ്രച്ഛന്നവേഷം ചെയ്ത സമയത്താണ് അവിടുത്തെ ഒരു പ്രധാന അധ്യാപിക പറഞ്ഞത് വിഷ്ണു മാവേലിയായാൽ നന്നായിരിക്കുമെന്ന്. അങ്ങനെയാണ് ഞാൻ ആദ്യമായി മാവേലിയാവുന്നത്. ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരുപാട് ഓർമ്മകളുടെ കൂടെ ഞാൻ ഈ ഓർമ്മയും എന്നും ചേർത്ത് വയ്ക്കുന്നു. ഇത്രയും നേരം എന്നെ ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.